എന്താണ് വെള്ളയൊക്കെ ഇട്ടിട്ടെന്നാണ്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാനല്ലേ എനിക്ക് പറ്റൂ. ഇവിടുത്തെ ആളുകൾ കേൾക്കണ്ടേ, നമ്മൾ പീസ് പീസ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? PAEACE പീസാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്, അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തിനാണ് വെള്ളം ഇട്ടതെന്ന് വെച്ചാൽ, എനിക്ക് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയിക്കൂടെയെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്, ശരിയാണ്, കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോവാം. അപ്പോൾ എനിക്ക് അന്നത്തെ എൻ്റെ വേഷവിധാനങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എൻ്റെ ബ്ലൗസ് ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ ഞാനത് എടുത്തിട്ടതാണ്. ഇട്ട് നോക്കിയപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് കോർപ്പറേറ്റ് ലോയറാണല്ലോ ഞാൻ ആയിരുന്നതും. അതാണ് 10 വർഷം ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്തിരുന്നു കോടതികളിൽ. അത് ആസ് എ ജൂനിയർ ലോയറാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അതും ലോ ഫേമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ശമ്പളം വെച്ചിട്ട് അവരുടെ കേസ് ഞാൻ നടത്തി കൊടുക്കുന്നു, ആ ലോ ഫേമിൽ വരുന്ന കേസസ്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ആദ്യം തന്നെ ഞാൻ പഠിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ. ഏറ്റവും ആദ്യം ഈ എൻറോൾമെൻറ്റ് ചെയ്യാൻ പോകുമ്പം നമുക്ക് തരുന്ന ഒരു കിറ്റിനകത്ത് അഡ്വക്കേറ്റ്സ് ആക്റ്റും BCI റൂൾസും ഉണ്ട്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റൂൾസ് ഉണ്ട്. പിന്നെ ഏത് ബാർ കൗൺസിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് ഞങ്ങൾ ഈ ബാൻഡ് ഇട്ട് എൻറോൾ ചെയ്യുന്നത്, അവിടുത്തെ റൂൾസിൻ്റെയും ഒരു കോപ്പിയൊക്കെ അവിടുത്തെ പ്രസിഡൻ്റൊക്കെ അവരുടെ ഇതനുസരിച്ച് നമുക്ക് തരാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആസ് എ ജൂനിയർ ലോയർ ഞാൻ ആദ്യം തന്നെ വായിച്ച ആക്ട് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് ആക്റ്റാണ്. അഡ്വക്കേറ്റ്സ് ആക്റ്റാണ് നമ്മൾ കോർട്ടിൻ്റെ ഓഫീസേഴ്സാണ്, അതിൻ്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസിൽ പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 5. അതിനകത്ത് ഈ റൂൾസിലല്ല, ആക്റ്റിൽ, അഡ്വക്കേറ്റ്സ് ആക്ട് സെക്ഷൻ 5 പറയുന്നുണ്ട് എന്തായിരിക്കണം നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മൾ എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടത്, അങ്ങനെ കുറേ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ ബാൻഡും റോബും ഇല്ലേ, ബ്ലാക്ക്, അതൊന്നും ഇട്ടിട്ട് യു ഷുഡ് നോട്ട് ഗോ ഇൻ ദ പബ്ലിക്. ശരിക്കും ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ എപ്പോഴും ആ കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങ് അഴിക്കും, ആ കോട്ട് ഇങ്ങനെ കയ്യിലിടും. ഇതായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഞാനൊക്കെ കാറിലേക്ക് പോലും നടക്കുന്നത്. അതഴിച്ച് കാറിൽ വെച്ചിട്ട് ഞാൻ വേറെ എവിടെയും അത് തൂക്കിയിടാറുമില്ല, കാരണം അഴുക്കാവും, കുറേ പേരുടെയൊക്കെ ഉണ്ടാവുകയും. അപ്പോൾ ഇതിൻ്റെ സ്വെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനെപ്പോഴും എൻ്റെ വണ്ടിക്കകത്ത് വെച്ചിട്ട്, വണ്ടിയില്ലാത്തവരെന്ത് ചെയ്യുമല്ലേ, അവർക്ക് അവിടെ തൂക്കിയിട്ടല്ലേ പറ്റുള്ളൂ, അങ്ങനെ പോരും. അത് ഒരിക്കലും നമ്മൾ ഇത് ധരിച്ച് ഒരു കടയിൽ പോയി ഒരു നാരങ്ങ വെള്ളം കുടിക്കുക പോലുമില്ല, അത് അഴിച്ച് കൈ പിടിക്കും. അത്രയും ശ്രദ്ധിക്കുമായിരുന്നു പണ്ടത്തെ സീനിയേഴ്സൊക്കെ കേട്ടോ. ഞാൻ പ്രാക്ടീസ് ശരിക്കും ആരംഭിച്ചത്, ഞാൻ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ് ഞാൻ ജോലിയായിട്ട് ചെയ്തത് മദ്രാസ് ഹൈക്കോർട്ടിലാണ്. അവിടെയൊക്കെ ഭയങ്കര ഡിഗ്നിഫൈഡാണ്, അവർ ആ പ്രൊഫഷനെ നല്ല പോലെയാണ് കേട്ടോ കണക്കാക്കിയിരുന്നത്. എനിക്കൊരു ഗൈഡ് പോലെ ഉണ്ടായിരുന്നു അശോക് സാറ്. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ജൂനിയറായിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ പോയിരുന്ന ഓഫീസിൽ ജൂനിയർ തന്നെയായിരുന്നു അദ്ദേഹവും. പക്ഷേ ഫുൾ കാര്യങ്ങൾ പുള്ളിയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സീനിയർ ഒരുപാട് പ്രായമുള്ള ആളായിരുന്നു അന്ന്. ഇന്ദിരാഗാന്ധിയുടെ ലോയറായിരുന്നേ. ആ സമയത്ത് എമർജൻസിയൊക്കെ വന്നപ്പോൾ പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് നിർത്താൻ പോയ പാർട്ടിയൊക്കെയാണേ. അങ്ങനെ ഒരു ഭയങ്കര ഇങ്ങനെ വെറി കൊള്ളണ ടൈപ്പ് ഒരു ലോയറായിരുന്നു. അതായത് അത്ര ഇഷ്ടമായിരുന്നു ഇന്ദിരാഗാന്ധിയെ അദ്ദേഹത്തിന് അന്ന്. മോഹൻ കുമാരമംഗലം എന്ന് പറഞ്ഞ, ഇന്നത്തെ മോഹൻ കുമാരമംഗലത്തിൻ്റെ അപ്പൂപ്പൻ ആണ്, അപ്പൂപ്പൻ്റെ അച്ഛനോ അപ്പൂപ്പൻ അങ്ങനെയായിട്ട് വരും. ആ മോഹൻ കുമാരമംഗലത്തിൻ്റെ ജൂനിയറായിരുന്നു. കോൺഗ്രസ്സുകാർ വീട്ടിൽ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം കേട്ടോ, എൻ്റെ സീനിയർ. അപ്പോൾ അങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് വന്നത്. ഈ അഡ്വക്കേറ്റ്സ് ആക്ടിൻ്റെ പരിധിയിൽ ഈ ഇപ്പം നമ്മൾ കുറേ റീൽസൊക്കെ കാണുന്നില്ലേ, അപ്പോൾ ഞാൻ കുറച്ച് പേരെയൊക്കെ അറിയും, അതിൽ നല്ല കുട്ടികളൊക്കെ ഉണ്ട് അതിൽ പഠിച്ച് പറയുന്നത്. അവരുടെ അടുത്തൊക്കെ ഞാൻ എപ്പോഴും പറയും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് ചെയ്യുമോ ഏതെങ്കിലും സീനിയേഴ്സിനോട്. നിങ്ങൾ വെറുതെ ബുക്ക് വായിച്ചിട്ട് ചിലപ്പോൾ ആ ബുക്കിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അത്രയും പ്രാക്ടീസായ പിള്ളേരൊന്നും അല്ല ഇത് ചെയ്യുന്നത്. ഈ എന്താ പറയുക, ലീഗൽ കണ്ടൻറ്റ് ചെയ്യുന്നത് അത് കുറച്ച് തമാശയുടെ രൂപത്തിലും കുറച്ച് കുറച്ച് നാടകരൂപത്തിലൊക്കെ അവർ അവതരിപ്പിക്കും. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ തെറ്റൊന്നുമില്ല. അതിനകത്ത് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാത്തിടത്തോളം കാലം, അതായത് നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം എന്ന് പറഞ്ഞ്
ഓൺലൈൻ ലീഗൽ കൺസൾട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാർ കൗൺസിലിൻ്റെ റൂൾസിന് എഗൻസ്റ്റാണ്. നമ്മളുടെ ഈ സന്നദ്ധ എന്ന് പറയുന്ന ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് തിരിച്ചെടുത്ത് കളയും അവർ നമ്മളെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്തേക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഓൺലൈൻ കൺസൾട്ടേഷനും ലീഗൽ എന്താ പറയുക അഡ്വൈസസും എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറയാറില്ലേ. ഇതിൻ്റെ അടിയിൽ ഒരുപാട് ക്വയറീസ് വരുമ്പോഴൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ചേച്ചിക്ക് എന്താ പറഞ്ഞു തന്നാലെന്ന്, അതെൻ്റെ എത്തിക്സിന് എഗൻസ്റ്റാണ്, എൻ്റെ പ്രൊഫഷണൽ എത്തിക്സിന് അത് കറക്റ്റല്ല. ഞാൻ ഈ അഡ്വക്കേറ്റ്സ് ആക്ട് അഡിയർ ചെയ്യാൻ ബാധ്യസ്ഥയാണ്. എൻ്റെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് എപ്പോഴും അത് എന്താ പറയുക നിലനിൽക്കണമെങ്കിൽ ഞാനത് ചെയ്തേ പറ്റുള്ളൂ. അതേസമയം ഞാനൊരു ഓഫീസ് ആരംഭിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു ബോർഡ് വെച്ചിട്ട് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതും എനിക്ക് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല, നിങ്ങൾ അവിടെ വന്ന് എന്നോട് കൺസൾട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് മാറും എനിക്ക്. അപ്പോൾ ഞാനൊരു പക്ഷേ അങ്ങനെ ഒരു കോടതിയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഐ വിൽ നോട്ട് ബി ഡൂയിങ് എനി എന്താ പറയുക ചാനൽ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ പറയാം ഞാൻ. ഒന്ന്, നിങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവിടെ. നിങ്ങൾക്ക് ഒരുപാട് ക്വയറീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ട് പരിചയവും നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ എൻ്റെ ഓഫീസിൽ വരും അല്ലേ. ആ ഓഫീസിൽ വരുമ്പം അതെങ്ങനെയാണ്, എന്നെ ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന മോഡലിലാണല്ലോ ഞാൻ ഈ പറയുന്നത്. ഞാനൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെൻ്റെ ഓഫീസിലേക്ക് വരൂ, അവിടെ വന്ന് അഡ്വൈസ് എടുക്കൂ. അങ്ങനെ പറയുമ്പോൾ ഞാനത് അഡ്വർടൈസ്മെൻ്റായി. നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചു നോക്കി, വായിക്കാൻ അറിയുന്നവരൊക്കെ, ഇംഗ്ലീഷ് നല്ലപോലെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അടിച്ചു നോക്കിക്കോളൂ. DSK ലീഗൽ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര വലിയ ലോ ഫോമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് രാഹുൽ ബോസ് ഒരു ആക്ടറില്ലേ, അദ്ദേഹത്തെ വെച്ചിട്ട് എന്തോ ഒരു റീല് പോലെയൊക്കെ ഷൂട്ട് ചെയ്ത് അവരിട്ടു. അതവർക്ക് ആരോ പോയി കേസ് കൊടുത്ത് അതിൻ്റെ മുകളിലൊരു റൂളിങ് വരികയും ചെയ്തു സുപ്രീം കോടതിൻ്റെ. ഡോണ്ട് ഡു ദിസ് എന്ന് പറഞ്ഞു. ദിസ് ഈസ് അഡ്വർടൈസിങ്. നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഹോസ്പിറ്റൽസും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഈ എന്താ പറയുക, നിയമ വിദഗ്ധരും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. പിന്നെ ഇപ്പം എന്നെ ഇവിടെ കാണുന്നു, പിന്നെ അതുപോലെ തന്നെ ജയശങ്കർ വക്കീലൊക്കെ ഇല്ലേ, അവരൊക്കെ അവിടെ വന്നിരുന്ന് പറയുന്നതൊക്കെ രാഷ്ട്രീയ നിരീക്ഷണവുമൊക്കെയാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോഷ്യൽ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊക്കെ പണ്ട് ഞാൻ മറുപടി പറയുമായിരുന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ചു, എൻ്റെ സീനിയർ പറയുമായിരുന്നു, ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഫ്രീ ആയിട്ട്, അതും എസ്പെഷ്യലി ഫ്രീ ആയിട്ട് ലീഗൽ പ്രൊഫഷൻ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വിലയുണ്ടാവില്ല. എനിക്കും ഒരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ വാലറ്റത്ത് പറയും, അതെ നിങ്ങളൊരു പ്രാക്ടീസിങ് വക്കീലിനെ പോയിട്ട് കണ്ടോളൂ കേട്ടോ, ഞാനിതിനകത്ത് എന്താ പറയുക ഒരു എക്സ്പേർട്ടല്ല എന്നങ്ങ് പറഞ്ഞാളെ, മനസ്സിലായില്ല. അതേസമയം എൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിൽ കറക്റ്റായിട്ട് എനിക്ക് വക്കാലത്ത് തരുന്നവരാണെങ്കിൽ ഞാനത് അതേ രൂപത്തിൽ വെച്ച് നന്നായി ആ കേസ് പഠിച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്യും. കാരണം ഞാൻ വാങ്ങിയിരിക്കുന്ന പൈസയ്ക്ക് ഞാൻ ഉത്തരവാദിത്തമായിരിക്കും. ഇതിൽ വന്നിരുന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പം ഒരു 10-15 അവർക്ക് ശരിക്കും ഒരു വക്കീലുണ്ടാകും, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്നോട് വന്ന് രണ്ടാമത് അതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരങ്ങൾ പറയാറില്ല. എന്നോട് പലരും എന്താ പറയുക ഗൈഡൻസ് ഞാൻ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. നിങ്ങൾ ഇന്ന വക്കീലിനെ പോയി കണ്ടുള്ളൂ, നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വക്കീലില്ലേ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അവർ ക്രോസ് ചെക്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ. നിങ്ങൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യില്ലേ, ഇവർ പറയുന്നത് ശരിയാണോ എന്ന് നോക്കട്ടെ. അവരിപ്പോൾ ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ വായിച്ച് നോക്കണ്ടാകും, ജഡ്ജ്മെൻറ്റ്സ് നോക്കണ്ടാകും. പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്താൽ, അതായത് നന്നായി ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിൽ പോലും ഒരു ജഡ്ജ്മെൻറ്റ് വായിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയൊക്കെയുണ്ട്. അതൊന്നും അറിയാൻ പാടില്ലാതെ അത് മണ്ടത്തരത്തിൽ അവസാനിച്ച കാര്യങ്ങളൊക്കെ കുറേ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കൂ, ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നില്ല, വക്കീൽ എന്താണ് പറയുന്നത് അത് തന്നെ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ആരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഞാനൊരു ഓഫീസ് ഇട്ടിട്ട് എന്നോട് അഡ്വൈസ് ചോദിക്കാനായിട്ട് എനിക്ക് ഫീസ് എന്ന് പറയുമ്പം ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അല്ലാതെ ഇങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ വന്നിരുന്നിട്ട് ഞാൻ അഡ്വൈസ് കൊടുക്കാൻ പാടില്ല. അതെൻ്റെ
പ്രൊഫഷണൽ എത്തിക്സിന് എതിരാണ്. അതുകൊണ്ടാണ് ഇപ്പം വെറുതെ ഒന്ന് കാണട്ടെ ചേച്ചി ഇങ്ങനെ ടൈയും ഇത് ഇട്ടിട്ടെന്ന് പറയുമ്പം ഞാൻ പറ്റില്ല എന്ന് പറയുന്നത് എൻ്റെ റൂഡ്നെസ് കൊണ്ടല്ല, എൻ്റെ പ്രൊഫഷനെ ഞാൻ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ചകചകചേന്ന് കോടതി പോകുന്നത്, റെഡിയാകുന്നത് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ഇപ്പം അതൊരു എന്താ പറയുക, ചിലർക്കതൊരു ഡോപ്പമൈൻ ഇഫക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കാം കാണുമ്പോൾ, അല്ലെങ്കിൽ അത് ഞങ്ങൾ പ്രചോദിപ്പിക്കുന്നതാണ്. യങ് ആൾക്കാരനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡ്രസ്സ് ചെയ്ത് വരാൻ പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകും. അതിൽ ദാറ്റ്സ് ഓക്കെ, അങ്ങനെ ചെയ്യുന്നവർ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഇട്ടിട്ട് അഡ്വൈസ് പോലെ ഇരുന്ന് പറയുന്നത് കോടതി ശരിയായിട്ട് കാണില്ല. അപ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കും ചോദിക്കും എന്തൊരു ഗമയാണ്. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഗമയായിട്ടല്ല, ഞാൻ ഒരുപാട് പേരെ ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് പോലും ഞാൻ അഡ്വൈസ് കൊടുത്താൽ ഞാൻ പറയും എൻ്റെ ഫീസ് ഇത്ര രൂപയാണ് ഈ ഒരു കാര്യത്തിന്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ പകുതി തന്നാൽ മതി, പകുതി പൈസ തന്നാൽ മതി, എന്നെ അറിയുന്നത് കൊണ്ട് ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തതിന് ഒരു വിലയും ഉണ്ടായിട്ടുമില്ല. ഞാൻ കോർപ്പറേറ്റ് ലോയറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റേതായ രീതികളും ടെംപ്ലേറ്റ്സും എല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. പക്ഷെ ഞാനത് വേറൊരാൾക്ക് ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല. അവരത് അങ്ങനെ നിങ്ങൾക്ക് വേണോ ഞാൻ തരാം, പേ മീ ദ ഫീസ് എന്ന് പറയും. അങ്ങനെ ആയിരിക്കണമല്ലോ. അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കുന്നവർ, ഈ പ്രൊഫഷൻ വെച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന ഒരു പൊട്ടത്തരമല്ലേ അത്. അങ്ങനെ ഫീസ് വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നാൽ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്തല്ലേ വരുള്ളൂ, മറ്റുള്ളവരുടെ അടുത്ത് പോകും. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല, എനിക്ക് ഫ്രീ അഡ്വൈസ് കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവില്ല, എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ നടക്കില്ല. ശരിയല്ലേ? എല്ലാവർക്കും അതൊരു കുഴപ്പമായിട്ട് വരും. അപ്പോൾ ഇന്നലെ വീണ ചേച്ചി പറഞ്ഞു ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്, എൻ്റെ ഇത് കേൾക്കുന്നുണ്ടാണെന്ന് പറഞ്ഞു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിൽ കണ്ടപ്പോൾ പറഞ്ഞു, അതല്ലാതെ അഡ്വൈസായിട്ട് അല്ലല്ലോ അത് പറയുന്നത്. സോ കഥകൾ പറയാം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കഥകളുണ്ട്, കുറേ കഥകളുണ്ട്. അത് ഞാൻ ആ പറഞ്ഞ വ്യക്തികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാനതൊരിക്കലും, ഇപ്പോൾ ഒരു വലിയ ഹൈ പ്രൊഫൈൽ ഒരു നടിയുടെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടിയുടെ ഹിൻഡ് വെച്ചിട്ട് ഞാൻ പറയാണ് ഇന്ന ആളാണ്, ഇന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ്, അപ്പോൾ അവരുടെ ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് വായിക്കുമോ അത്. കണ്ടോ, അപ്പോൾ എന്താവുമെന്നറിയോ, ഞാൻ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ നടിയുടെ അടുത്ത് ഞാൻ ചെയ്യുന്ന ദോഷമല്ലേ അത്. അവരെന്നെ വിശ്വസിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ കഥ മാറ്റി പേര് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പർട്ടിക്കുലർ ആർട്ടിസ്റ്റ് എൻ്റെ ക്ലയൻ്റ് ആയിരുന്നു എന്ന് അറിയാവുന്നവർ പെട്ടെന്ന് ഈസി ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കില്ലേ. സോ അതൊന്നും ചെയ്യാൻ പാടില്ല. എന്താ പറയണേ, ലീഗൽ അവെയർനെസ്സിന് വേണ്ടിയിട്ട് ഇപ്പം ബുക്സിൽ വരുന്നുണ്ട്, അതായത് ജഡ്ജ്മെൻറ്റ്സ് വരുന്നുണ്ട്, പ്രസിദ്ധീകരിച്ചേക്കുന്ന ജഡ്ജ്മെൻറ്റ്സ്. നമ്മളിപ്പം ഞാൻ ശരവണ ഭവൻ ഹോട്ടലിൻ്റെ ഞാൻ പറയുന്നില്ല പേരെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അത് ആ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ആ കേസ് വന്നിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ജഡ്ജിമാർ തന്നെ അത് ടിക്ക് ചെയ്ത് വിടും പബ്ലിഷ് ചെയ്യാമെന്ന്. അത് ഗോപ്യമായിട്ട് അല്ലെങ്കിൽ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമല്ല എന്ന് അവർ പറയുന്നത് കൊണ്ട് എല്ലായിടത്തും പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. കാരണം അത് അറിയണം, ജനങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയാം. അങ്ങനെ ഞാൻ പറയാറുണ്ട്. അതാണ് ഞാൻ പറയുന്നതും എന്ന് എനിക്കൊന്ന് എല്ലാവരോടും ഒന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയണമല്ലോ. അല്ലെങ്കിൽ ഇത് 2-3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു അത് പ്രാക്ടീസ് ചെയ്യുന്ന ലോയറുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് ചോദിക്കൂ. പിന്നെ ആരോ വേറെ ഒന്നും കൂടെ ചോദിച്ചപ്പോഴും ഞാൻ പിന്നെ ഒന്നും പറയാനും പോയില്ല. കാരണം എനിക്ക് ഒരാളെ വെറും കൈയോടെ മടക്കി അയക്കുന്ന പോലെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ചേച്ചിക്ക് ഇത് ഇഷ്ടമല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇത് ആൻസർ ചെയ്താൽ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു വടംവലിയാണ്. ഞാൻ എന്തിനാണല്ലേ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അതാണ് ഇന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് എന്ന് പറയാനുള്ള കാര്യം. അപ്പോൾ ചേച്ചി, ചില ആൾക്കാരൊക്കെ പരസ്യം പോലെ ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് വരുന്നുണ്ട്, ഞങ്ങൾ കാണാറുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ദിവസം അവർക്ക് അതിന് പിഴയടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർ അത് എന്തായാലും നോട്ട് ചെയ്ത്
കുറേ ആൾക്കാർ കണ്ട് 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 ചിലർക്ക് ഇതുപോലെ അവയർനെസ് ഉണ്ടായി കഴിയുമ്പോൾ അവർ പോയി ബാർ കൗൺസിലിൽ പറയും ഇത് കണ്ടോ ഇയാൾ ഇങ്ങനെയാണ് ചെയ്യണേ, അല്ലെങ്കിൽ ആ പുള്ളിയോട് ദേഷ്യമുള്ള വേറെ ഏതെങ്കിലും അവരുടെ ഉയർച്ചയിൽ ഇത്രയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ അവർക്ക് കേസസ് അതുപോലെ കിട്ടും. അപ്പോൾ അവരുടെ ഉയർച്ചയിൽ കുറച്ചൊരു എന്താ പറയുക കണ്ണുകടിയുള്ളവർ വന്നിരുന്ന് പറയില്ലേ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്റ്റോറി കേട്ടോ. ഭക്ഷണം ഞാൻ കഴിച്ചു. ഇന്നും ഞാൻ ഉണ്ടാക്കിയ കറിയുടെ ഒക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ ഞാൻ വിചാരിച്ചേ എന്നും അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ, അതുകൊണ്ട് ഇട്ടില്ല. ഇടയ്ക്കൊക്കെ ഇടാം. എനിക്കൊന്നും ടോപ്പിക്കില്ലാതെ ആകുന്ന ദിവസം ഞാൻ എടുത്തിടാം. അത് കുറച്ച് പോസായി പോയത് എന്താണെന്നറിയോ, ഇവിടെ നിങ്ങൾ സേഫാണ് എന്ന് പറഞ്ഞിട്ടൊരു അലാം വന്നതാണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും കേട്ടോ ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നത്. സോ ശരി, ആ ഗ്യാപ്പ് നിങ്ങൾ ചേച്ചി ഇടയ്ക്ക് സൗണ്ട് ഇല്ലായിരുന്നു എന്ന് പറയണ്ട. അത് ആ അലാം വന്നപ്പോൾ അങ്ങനെ നിന്ന് പോയതാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പം നമസ്കാരം എല്ലാവർക്കും. പോയിട്ട് വരട്ടെ, നാളെ കാണാം. ബൈ.